ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഞാൻ എൻ്റെ മാമിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോണത്. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീടൊക്കെ പൂട്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ തന്നെയാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മുടെ തൊട്ട അയൽവാസിൻ്റെ ഓട്ടോ തന്നെയാണ് നമ്മൾ പോണത്. അങ്ങനെ നമ്മളിതാ വണ്ടിയിലേക്ക് കയറി നിന്നിട്ട് നമ്മൾ പോവാണ്. അനിയനക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ തന്നെ ഓനെ പകുതി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഓനെ ഓട്ടോയിൽ കയറ്റി. മാമിൻ്റെ അടുത്ത് നമ്മൾ പെട്ടെന്നാട്ടോ പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണ്ടേ, അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഒരു ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ബേക്കറിയിലാണ് നമ്മൾ കയറിയത്. അങ്ങനെ അവിടെ നിന്ന് അമ്മച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീം എന്തെങ്കിലും വാങ്ങാൻ വെച്ചത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ബോക്സ് ഐസ്ക്രീമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഐസ്ക്രീം എടുക്കാന്നാണ് നമ്മൾ വിചാരിച്ചത്. പിന്നെ നമ്മൾ നോർമൽ ഐസ്ക്രീം എടുക്കാൻ വിചാരിച്ചത്, അത് നമ്മൾ കുറച്ചധികം എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ മാമൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇനി ഇവിടെ നമുക്ക് കുറച്ച് പോകാനേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്യായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ എത്തിയപ്പോൾ തന്നെ നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടാണ് ഇരുന്നത്. അപ്പോൾ നമ്മളെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ നല്ല ചിക്കൻ മന്തി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമുക്ക് ചട്നിയും അതുപോലെ തന്നെ മയോണൈസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ TV ഒക്കെ വെച്ചിട്ടാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് തന്നെ ആയിരുന്നു. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാന്ന്. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് ഞാൻ എൻ്റെ കുറച്ച് കസിൻസ് ഒക്കെ കൂടി. മാമൻ്റെ വീട്ടിലെ സൈഡിലായിട്ട് ഇതുപോലൊരു വീടുണ്ട്. സത്യം പറഞ്ഞത് വീടല്ല, ഇതൊരു കുഞ്ഞു മദ്രസാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നൊന്നുമില്ല മദ്രസ. അപ്പോൾ ഇതിന് ഫുള്ളാകെ കാടൊക്കെ പിടിച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ചുറ്റും ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. പിന്നെ ഞങ്ങളത് അവിടുന്ന് പോന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു റെയിൽവേ പാലത്തുമൊക്കെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് നേരം നിന്നു. അപ്പോൾ എൻ്റെ കുട്ടി കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ക്യാമറ നോക്കിയിട്ട് എല്ലാവരും കൂടി ഹായ് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് ട്രെയിൻ വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രെയിനും കണ്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇവിടെ പിന്നെ ഇതേപോലെ എപ്പോഴും ട്രെയിനൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. പിന്നെ നമ്മൾ വരുമ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വിചാരിച്ചിട്ട് എല്ലാവരും നമ്മൾ ഐസ്ക്രീം കഴിക്കുകയാണ്. ഞാൻ കിച്ചണിക്ക് പോയപ്പോഴാണ് ഇത് ഈ ഒരു ഐറ്റം കണ്ടത്. നമ്മുടെ കണ്ണിമാങ്ങ ഉപ്പിലിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ കുറച്ച് നേരം കഴിച്ചിരുന്നു. അപ്പോഴാണ് എൻ്റെ അനിയത്തി ഒരു ഗോസ്റ്റിൻ്റെ മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് പേടിപ്പിക്കാൻ നോക്കിയത്. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് എൻ്റെ കസിനും അതുപോലെ തന്നെ മൂത്തമ്മയും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മൂത്തമ്മ വന്നപ്പോൾ നമുക്ക് ഒരു കവറൊക്കെ ഇട്ടാണ് വന്നത്. അതിൽ എന്താ ഞങ്ങൾ നോക്കിയപ്പോൾ കുക്കുംബർ ഉപ്പിലിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മാതോളി നാരങ്ങ ഉണ്ടായിരുന്നു. ഞങ്ങളത് പാത്രത്തിലൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കസിനും മൂത്തമ്മയും മന്തി കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ചായ അടിച്ചു. ചായ അതുപോലെ തന്നെ മിച്ചറും ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റെയിൽവേ പാലത്തിൻ്റെ അവിടേക്ക്. അപ്പോൾ അവിടുന്ന് വീണ്ടും ട്രെയിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എല്ലാ ഫാമിലി എല്ലാവരും കൂടി നമുക്ക് ജസ്റ്റ് എണ്ടയിലൊക്കെ ഒന്ന് പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ എണ്ട പോവച്ചിട്ട് പ്ലാൻ ചെയ്തൊരു അവസാനം ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ബീച്ച് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോകുന്ന പ്ലാൻ ഇട്ടു. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം ഇറങ്ങിയിട്ട് നമ്മൾ വണ്ടിക്ക് വേണ്ടി കാത്തിക്കാണ്. എൻ്റെ ഒരു കസിനും അനിയനും ഇപ്പച്ചും കൂടി ബൈക്കിൽ പോയി. ഞങ്ങളും പിന്നെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മളിതാ വണ്ടി വന്ന് വാനിലായിട്ടോ നമ്മൾ പോയത്. വാനിൽ നമ്മളെല്ലാവരും കൂടി ഇതാ കുത്തി കൊള്ളിച്ചാണ് പോയത് തന്നെ. അങ്ങനെ നമ്മൾ ബീച്ചൊക്കെ ഇവിടെ എത്താനായിട്ടുണ്ട്. നമ്മൾ ഒട്ടുമുറ ബീച്ചിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെ എന്തോ ഒരു ബീച്ച് ഫെസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതാ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ ബീച്ചിലേക്ക് വലിയ നടക്കായിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ഇരുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോഴാണ് ഒരു സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞത് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റൂല എന്ന്. പക്ഷെ ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇരുന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഒരു ബീച്ച് ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ പോണ വഴിക്കാണ് ഒരു തോണി കണ്ടത്. അപ്പോൾ എല്ലാവരും കൂടി ആയി കയറിയിരുന്നു. അങ്ങനെ നമ്മൾ ഇതാ ഒരു ബീച്ച് ഫെസ്റ്റിന്റെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ഫ്രണ്ട് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. മുന്നിൽ ഞങ്ങൾ കുറേ നേരം നിന്നതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അങ്ങനെ എല്ലാവരും ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇതിൻ്റെ ഉള്ളത്തെ സംഭവങ്ങളൊക്കെ നമ്മളെ ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതാണ്, ലോങ് വീഡിയോ ആയിട്ട്. അപ്പോൾ എല്ലാവരും പോയി കാണണം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ഓട്ടോയിൽ കയറിയിട്ട് എല്ലാവരും കൂടി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ തന്നെ രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു. പിന്നെ മൂത്തമ്മ കൊടുന്ന് മാതോടി നാരങ്ങ കഴിച്ചിരിക്കായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ ഉണ്ട് ഷസമോള്. അപ്പോൾ ഓളെത്തി ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാതോടി നാരങ്ങയും കഴിച്ചിട്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് TV കാണാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കസിൻസ് എല്ലാവരും കൂടി ഇതാ ഉപ്പും മുളക് ഇരുന്ന് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഉപ്പും മുളക് കണ്ടു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നല്ല പൊറാട്ടയും അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. നമ്മൾ ഏതൊരു സിനിമ കണ്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത്, പക്ഷെ ഞാൻ സിനിമയുടെ പേര് മറന്നു. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ എല്ലാവരും വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് വീട്ടിലേക്ക് പോയത്. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.